ശ്രീ ടി പി ജയചന്ദ്രൻ, നോക്കൂ, 80ാമത് സ്വാതന്ത്ര്യദിനമാണ് നമ്മൾ ആഘോഷിച്ചത്. ഇതുവരെ ഈ നിലയിൽ ചെങ്കോട്ടയിൽ വന്ദേമാതരം ആലപിച്ചിട്ടില്ല. നമുക്ക് എന്തെങ്കിലും സംഭവിച്ചോ? ദേശസ്നേഹത്തിന് എന്തെങ്കിലും പ്രശ്നം സംഭവിച്ചോ? ഇല്ല. കേരളത്തിൽ അത് ആലപിച്ചില്ല. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ബിജോയ് ഇമ്മാനുവൽ കേസിൽ അത് നിർബന്ധമല്ല, ദേശീയ ഗാനം പോലും നിർബന്ധം അല്ല എന്ന കാര്യമാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. പിന്നീടാണല്ലോ ഗീതം വരിക. അപ്പോൾ എങ്ങനെയാണ് മുഹമ്മദ് അലി ജിന്നയുടെ വിഭജന രാഷ്ട്രീയം കേരളം നടപ്പാക്കുന്നു എന്ന് ഈ ഒരു സംഭവത്തെ ചൂണ്ടിക്കാട്ടി വിമർശിക്കാൻ കഴിയുക? അപ്പോൾ രാഷ്ട്രീയമാണ്, രാഷ്ട്രീയ നേട്ടം മാത്രമാണ് നിങ്ങളുടെ ലക്ഷ്യമെന്ന് വെളിവാവുകയല്ലേ? അങ്ങനെ രേണുകയെ പോലുള്ള ആളുകൾ വിലയിരുത്തുന്നതിനെ തടയാൻ പറ്റില്ല രേണുക. കാരണം അതാണ് ജനാധിപത്യം. അങ്ങനെ വിശ്വസിക്കാനുമുള്ള പൗരൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുക എന്നുള്ളതാണ് നമ്മളൊക്കെ പഠിച്ചിരിക്കുന്ന ജനാധിപത്യം. പക്ഷേ ചില വസ്തുതകൾ നമ്മൾക്ക് മറന്നു പോകാൻ പറ്റുമോ? എല്ലാവരും 1937 കോൺഗ്രസ് സമ്മേളനത്തിൽ 2 വരി പാടാൻ മതി എന്ന് തീരുമാനിച്ചതിൻ്റെ പശ്ചാത്തലം എന്തായിരുന്നു? എന്തേ 1896 മുതൽ ഈ കോൺഗ്രസ് പാർട്ടി ഈ പാട്ട് പാടിയപ്പോൾ കോൺഗ്രസിന് അത് സ്വീകാര്യമായത് എന്തായിരുന്നു? അതിലെന്തെങ്കിലും വർഗീയത രേണുക ഉണ്ടായിരുന്നോ? അബ്ദുൽ കലാം ആസാദ് ഇന്ത്യയുടെ കോൺഗ്രസിന്റെ AICCയുടെ അധ്യക്ഷനായ കാലഘട്ടം ഉണ്ടായിരുന്നു. ശ്രീ ടി പി ജയചന്ദ്രൻ, നമ്മുടെ ഭരണഘടന നിലവിൽ വരുന്നതിന് മുൻപ് രാജ്യത്ത് അങ്ങനെ പല കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും. അതൊക്കെ ഇപ്പോൾ ഭരണഘടനയെ മറികടന്ന് കൊണ്ടുവരാൻ പറ്റുമോ താങ്കൾക്ക്? അങ്ങനെ ഏതെങ്കിലും ന്യായീകരണം സൃഷ്ടിക്കാൻ പറ്റുമോ? പഴമയിലേക്ക്, ഇന്ത്യയുടെ പുരാതന കാലത്തേക്ക് തിരിച്ചു പോകാൻ അങ്ങനെ ഭരണഘടന മറികടന്ന് എന്തെങ്കിലും നീക്കം നടത്തുമോ? അങ്ങനെ അത് രേണുകയുടെ വ്യാഖ്യാനമാണ് രേണുക. അങ്ങനെ പാലിക്കപ്പെട്ടു പോകുന്നത് അതേപടി നിർത്താനല്ല ജനങ്ങൾ BJP അധികാരത്തിലേറ്റിയത്. അങ്ങനെയാണെങ്കിൽ ചെങ്കോട്ടയിൽ ചെങ്കൊടി മാറ്റാൻ പോയ CPM-കാരെ ഏറ്റാമായിരുന്നു, ഇന്ത്യ ഭരിച്ച കോൺഗ്രസിനെ കയറ്റാമായിരുന്നു. നിങ്ങളിപ്പോൾ അനുസ്മരിച്ച മറ്റൊരു കാര്യം ഓർക്കുന്നു, 370-ാം വകുപ്പ് അത് ഇന്ത്യ രാജ്യത്ത് മാറ്റിയവ കത്തിക്കുമെന്ന് പറഞ്ഞവരുണ്ടായിരുന്നു. പക്ഷെ ഉണ്ടായത് ഇന്നത് നിലവിലില്ല. ആ രാജ്യത്തെ, ആ സംസ്ഥാനത്തെ ജനങ്ങൾ അത് പൂർണ്ണ മനസ്സോടെ സ്വീകരിച്ചിരിക്കുന്നു. രാജ്യത്തെ ഇത്തരം മാറ്റങ്ങൾ രാജ്യം ആഗ്രഹിക്കുന്നുവെങ്കിൽ നടപ്പിലാക്കും. അത് പരിശോധിക്കാൻ എന്താ രേണുക വഴി? ശ്രീ ടി പി ജയചന്ദ്രൻ, ഈ രാജ്യം എന്ന് പറയുന്നത്, രാജ്യത്തിലെ മനുഷ്യർ എന്ന് പറയുന്നതിൽ ഇതിനോട് ആശങ്കയുള്ളവർ ഉൾപ്പെടുന്നില്ലേ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. നമുക്കറിയാമല്ലോ, ഇവിടെ ന്യൂനപക്ഷങ്ങൾക്ക് ഇത് സംബന്ധിച്ച് ചില ആശങ്കകളുണ്ട്. എന്തുകൊണ്ടാണ് താങ്കൾ ഈ പറയുന്ന 1936 ശേഷം അത് മാറ്റിയതെന്ന് പറഞ്ഞാൽ ഈ രാജ്യം അവരുടേതും കൂടിയാണ്, അവരുടെ ആശങ്കകളും പരിഗണിക്കപ്പെടണമെന്ന് കണ്ടുകൊണ്ടാണ് മതനിരപേക്ഷ നാട് അത് ഒഴിവാക്കിയത്, അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കുന്ന നാട് അത് ഒഴിവാക്കിയത്. അപ്പോൾ അത് തിരിച്ചു കൊണ്ടുവരുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ആ വിഭാഗക്കാർക്ക് ആശങ്കകൾ ഉണ്ടാകും. അവരെ അഡ്രസ്സ് ചെയ്യുന്നവർ അത് പറയും. അത് സ്വാഭാവികമല്ലേ? അല്ല രേണുക, ഈ നരേഷൻ കൊണ്ടുവരുന്നതുകൊണ്ടാണ് ഞാൻ പിന്നെ കാശ്മീർ മുഖ്യമന്ത്രിയുടെ കഥ ചോദിച്ചത് നിങ്ങളോട്. അദ്ദേഹം പാടിയല്ലോ, അദ്ദേഹം മുസ്ലിം അല്ലേ? അബ്ദുൽ കലാം ആസാദ് മുസൽമാനല്ലേ? ഈ മുസൽമാന്റെ അങ്ങനത്തെ ആരും അങ്ങനെ അതിൻ്റെ അട്ടിപ്പറ അവകാശം ഒന്നും ഏറ്റെടുക്കണ്ട. പകരം നിങ്ങൾ ഒരു കാര്യം പറഞ്ഞത് ശരിയാ, മുസ്ലിം ലീഗ് അതിനെ എതിർത്തിരുന്നു. ഈ രാജ്യത്തെ മുസ്ലിങ്ങളുടെ അട്ടിപ്പറ അവകാശം മുസ്ലിം ലീഗിനുണ്ടോ? അത് അവർക്കില്ലാത്തത് കൊണ്ടല്ലേ ഇപ്പോൾ കേരളത്തിലെ നിയമസഭയിൽ പോലും അവർക്കത് പാടി കേൾക്കേണ്ടി വന്നത്. ഇനി അവരാരെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം വ്യക്തമാണ് രേണുക, നിങ്ങളും സമ്പത്തും തെറ്റിദ്ധരിപ്പിക്കരുത് ആളുകളെ. ജനഗണമനയുടെ കാര്യത്തിൽ എന്താ കോടതി പറഞ്ഞത്? പാടേണ്ടതില്ല എന്നല്ല, ഇഷ്ടമുള്ളവർ പാടിയാൽ മതി. പക്ഷെ അതിന് നിർബന്ധിക്കാനാകില്ല എന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. ആരെയും അത് പാടണമെന്ന് നിർബന്ധിക്കാനാകില്ല എന്നതാണ് കോടതി ഒരു സംശയത്തിനും ഇടയില്ലാത്ത വധം പറഞ്ഞത്. ഞാൻ മലയാളത്തിലല്ലേ പറയുന്നത്, ഞങ്ങൾക്ക് മലയാളം മനസ്സിലാവൂലേ രേണുക? കോടതി പറഞ്ഞത് അത് തന്നെയാണ്, ആരെയും നിർബന്ധിക്കേണ്ട, എല്ലാവർക്കും പാടണമെന്ന് നിർബന്ധമില്ല. പക്ഷെ അതിനെ അനാദരിക്കരുത്. ഇനി ഈ കേസ് നടന്നത് 85-ലല്ലേ? അന്ന് BJP അല്ലല്ലോ അധികാരത്തിൽ, കേരളത്തിന്റെ സംസ്ഥാനത്താണ്. റെക്ടിഫൈ ചെയ്യാവുന്ന കുട്ടികളെ പുറത്താക്കിയപ്പോൾ റെക്ടിഫൈ ചെയ്യേണ്ട ഭരണകൂടം കേരളത്തിൽ റെക്ടിഫൈ ചെയ്തില്ല. എന്താണെന്ന് അന്വേഷിക്കണം രേണുക. കേന്ദ്രം ആര് ഭരിക്കുന്നതെന്ന് നോക്കിയല്ലോ കോടതികൾ ഉത്തരവിടുക. നമ്മുടെ ഭരണഘടന എന്ത് പറഞ്ഞിരിക്കുന്നു എന്ന് നോക്കിയാണ് കോടതികൾ ഒരു കാര്യത്തിൽ, ഒരു കേസിൽ, ഒരു ന്യായത്തിലേക്ക് എത്തുക. നമ്മുടെ ഭരണഘടനയാണ് അതിന്റെ മാനദണ്ഡം എന്നതാണ് എനിക്ക് മനസ്സിലാകുന്നത്. അല്ലാണ്ട് കേന്ദ്രം ആര് ഭരിക്കുന്നു എന്നത് നോക്കിയാണോ താങ്കൾ പറഞ്ഞ് മണ്ടത്തരമാണോ ഈ പറയുന്നത്? അല്ല, മണ്ടത്തരം ഞാനാണോ രേണുകയാണോ പറയുന്നത്? ഞാനിപ്പോൾ വായിക്കുന്നത് കേട്ടാൽ മനസ്സിലാവും. ഞാൻ
ആ കോടതി ഉത്തരവിൽ 5 പ്രധാനപ്പെട്ട നിരീക്ഷണങ്ങൾ രേണുകയുടെ അറിവിലേക്ക് പറയാം. നിങ്ങൾക്ക് വിവരമില്ല എന്നൊന്നും പറയാൻ ഞാനാണല്ല, പക്ഷെ എനിക്ക് വിവരമില്ല നിങ്ങൾ പറഞ്ഞപ്പോൾ വിവരം ഒന്ന് അതല്ല താങ്കൾ പറഞ്ഞതെന്താണ്? താങ്കൾ പറഞ്ഞതെന്താണ്? ഞങ്ങളല്ല അന്ന് ഭരിക്കുന്നത്, കോടതി ആ വിധി പുറപ്പെടുവിച്ചപ്പോൾ എന്നതാണ് പറഞ്ഞത്. അതിനെയാണ് ഞാൻ ഖണ്ഡിച്ചത്. രേണുക, ഒരു ആരോഗ്യപരമായ സംവാദത്തിന് നല്ലത് നിങ്ങൾ പറയുന്നത് ഞാൻ കേൾക്കുകയും ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുകയും പറഞ്ഞതിന്റെ അർത്ഥം എന്തെങ്കിലും നിങ്ങൾ മനസ്സിലാക്കിയ തെറ്റിദ്ധാരണ ഞാൻ തിരുത്തിയാണ്. ഒന്ന് രേണുക കേട്ടോളൂ. 5 നിരീക്ഷണങ്ങൾ സുപ്രീം കോടതി നടത്തിയത്. 1, ദേശീയ ഗാനം പാടാൻ നിർബന്ധിക്കുന്ന പ്രത്യേക നിയമവ്യവസ്ഥ ഇല്ല, രാജ്യത്ത് അങ്ങനെ വ്യവസ്ഥ ഇല്ല. 2, രേണുക ശ്രദ്ധിക്കണം, ബഹുമാനത്തോടെ എഴുന്നേറ്റ് നിൽക്കുന്നത് പ്രധാനമാണ്. 3, മതവിശ്വാസത്തിന്റെ പേരിലുള്ള യഥാർത്ഥ മനസാക്ഷി എതിർപ്പ് സംരക്ഷിക്കപ്പെടും. 5, സ്കൂളിൽ നിന്ന് പുറത്താക്കിയത് ഭരണഘടനാ വിരുദ്ധം. ഇത് വളരെ കൃത്യമായിട്ട് കോടതി പറയുന്നു. അത് തന്നെ എപ്പോഴും ഞങ്ങൾ പറയുന്നുള്ളൂ. നിങ്ങൾക്ക് വന്ദേ മാതരം ഇഷ്ടമില്ല, അതിലെവിടെയാണ് നിർബന്ധപൂർവ്വം ആലപിച്ചിരിക്കണമെന്ന് പറഞ്ഞതെന്നാണല്ലോ ഞാൻ ചോദിച്ചത്. കേരളം അത് ആലപിക്കേണ്ട എന്ന് തീരുമാനിച്ചു, ആലപിച്ചില്ല. അവിടെ ആണ് ജിന്നയുടെ വിഭജന രാഷ്ട്രീയം എന്ന ആരോപണം BJP സംസ്ഥാന അധ്യക്ഷൻ ഉയർത്തിയത്. അതായിരുന്നു എന്റെ ചോദ്യം. അതിനോടാണ് താങ്കൾ ഇത് പ്രതികരിച്ചത്. അവിടെ താങ്കൾ വായിച്ചതിലും നിർബന്ധപൂർവ്വം കേരളം ഇത് ആലപിക്കണമെന്ന് പറഞ്ഞതായി ഞാൻ കണ്ടിട്ടില്ല. ഞാൻ താങ്കൾക്ക് അനുവദിച്ച സമയം കഴിയുകയാണ്. ഞാൻ അടുത്ത അതിഥിയിലേക്ക് പോയതിനു ശേഷം താങ്കളിലേക്ക് വരാം.